എങ്ങനെ മാമ പറഞ്ഞത്? കമത്തിയുടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. നമ്മളെ വീട് പണി ഒന്നുകൂടി തുടങ്ങുകയാണ്. അതായത് പെയിന്റ് പണി നമ്മൾ ആദ്യം മുമ്പത്തെ ഭാഗവും അതായത് ഈ ഭാഗവും അപ്പുറത്തെ സൈഡും ആദ്യം കഴിച്ചു. ഇനി നമ്മളെ രണ്ടാമത്തെ പരിപാടി അറിയുന്നത് ഇന്നലെ നമ്മൾ അപ്പുറത്തെ ഈ ബാക്ക് സൈഡും കൂടി അടിച്ചോണ്ട് ഞാൻ കാട്ടിത്തരാം. ബാക്ക് അടുക്കളുടെ ആ ഭാഗം കൂടി അടിച്ചിക്കണേ, ഇതാക്കണേ. ഇവിടെയും കൂടി അടിച്ചു അത് ഇന്നലെ അടിച്ചത്. ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കണേ, ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അവിടം വരെ ആ ഭാഗം കൂടി. പിന്നെ നമുക്ക് ഷൂറാക്കൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റണം. കാരണം ഇവിടെ ഒന്ന് കാലിയാക്കണം. കാരണം ആര് വരികയാണെന്നുണ്ടെങ്കിലും ആദ്യം വരുന്നാണ്ട് സൈഡിലേക്കുള്ള ഭാഗമാണിത് അല്ലേ മോട്ടാ. അപ്പോൾ അവിടെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളൊരു 10-40 ആൾക്കാരെയാണ് വിളിക്കണേ. അപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ബടിമാടെ സെറ്റപ്പ് ആക്കാം. അതായത് നമ്മളെ നോമ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇന്ന് വരും. ഇന്ന് വന്നിട്ട് ഇവിടെ സെറ്റപ്പും അതായത് ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടല്ലോ, ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെ ഇതാക്കാൻ. നാളെയാണ് പരിപാടി. അപ്പോൾ ഇന്ന് കുറച്ച് സെറ്റപ്പിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഓല് ഇന്ന് തന്നെ വരും. അപ്പോൾ ഓല് കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. അതിന് മുമ്പായിട്ട് നമ്മളെ പെയിൻ്റ് അടി കഴിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ. എന്നാ ഇമ്മ ഉണ്ട്, ഫീൽഡിലുണ്ട്, എല്ലാവരും ഉണ്ട് ഫീൽഡിൽ. എന്നാ ഈ സാധനം ഈ കട്ടിൽ പണി എടുത്താണ്ട് ആദ്യം അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കണം. എന്നാൽ നമുക്ക് പോയിക്കൂടെ സുഖമായിട്ട് അടക്കാം. ഒരു നട്ടല്ലേ, അതിൻ്റെ അടിയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഇമ്മല്ല സാധനമാണ്, ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാണ്. ഇത് ഏതാ കട്ടിൽ? ഇമ്മമാരെ കട്ടിലല്ലേ ഇത്? ആണോ? ആ പറയുന്നത് മമ്മാന്റെ അനിയൻ. മമ്മാന്റെ അനിയൻ കൊടുത്ത കട്ടില ഏത്? ആണോ മമ്മ? അതിന്റെ ഉള്ളിൽ തുടങ്ങിയതേ ഞങ്ങളെ കാണില്ലേ? എവിടെ? ഇമ്മയുടെ അങ്ങോട്ട് തിരിയുമ്പോ അത് അങ്ങോട്ട് പോവേ ചെരിച്ചല്ലേ ഇങ്ങനെ പിടിച്ചു. ഇത് നമുക്ക് വെച്ചിട്ട് കാണാതെ അല്ലെ, ഉമ്മമാരോട് നടക്കൂല. ഓക്കെ ഗൈസ്, നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഇങ്ങോട്ട് വെച്ചു. ഇനി ബാക്കി സാധനങ്ങൾ ഇതാക്കണം. ഈ സാധനങ്ങളൊക്കെ മൊത്തം എടുത്തിട്ട് അവിടുന്ന് മാറ്റണം. ആ കല്ലൊക്കെ ലാസ്റ്റ് എടുത്താൽ മതി. മറ്റേ ഇത് എടുക്കണം. അത് കുഴപ്പമില്ല, അത് അങ്ങനെ കടന്നോട്ടെ. അതിൽ കേട്ടെ കുറച്ചുകൂടി ലേശം കൂടി ഒരു പൊടിക്കും കൂടി കയറുകയാണെന്നുണ്ടെങ്കിൽ ഹൈറൈന് കുറക്കാനല്ല കയറ്റാനാണ്. ഓക്കെ മതിയാവും. ഇത് മതി തന്നെ താളാരം. ഇനി പോവില്ലല്ലോ. എന്നാ പണി നോക്കി പണിയെടുക്കാനല്ലേ പണിയെടുക്കി. പ്ലാസ്റ്റിക്കുകളൊക്കെ എടുക്കാണ്ട് അതിന് അടിയിലൊന്നും കൊള്ളൂല. അത് നല്ല മുന്നേറ്റ. കത്തിച്ചെടുത്ത് കഴിഞ്ഞാ ഓട്ടെ. ഇതാണ് നല്ല വാതില്. ഇത് എങ്ങനെ നല്ല വാതില്? ഇത് കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ വറകാവും. പേരെടുത്ത് പൊളിഞ്ഞാടും. കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാവും. വാതിൽപ്പടിയല്ലേ? അതല്ലേ പൈന് കട്ടിൽപ്പടി. എന്റെ വാതിലേ വാതിൽപ്പടി. ഇത് വാതിൽപ്പടി പൊളിഞ്ഞാടി. കട്ടിൽപ്പടി അല്ലേ വാതിൽപ്പടി. ഓക്കെ ആയിക്കോട്ടെ. കയറും കയറൊന്നും മുറിച്ചാൻ നിക്കണ്ടമ്മ. അത് ചുരുട്ടി കൂട്ടിയാണ്ട് വെച്ചളാ. എന്തൊക്കെ വെച്ചാലോ ചുങ്ങിന് ചുറ്റി കളിച്ചേക്കാം. ഇതൊക്കെ മറ്റേ കോണി കൊണ്ടേ കൊടുത്തണോ? ഇല്ലല്ലോ. ആ കോണിന്റെ അപ്പുറത്തുണ്ട്. അറിയില്ല. ഷൂറാക്കൊക്കെ ഉണ്ട് ആദ്യം. എന്നാ ഷൂറാക്കൊക്കെ അത് തുടക്കാം. വലിയ ആണിണ്ടമ്മ. പൊരി വേലക്കളെ ഷൂ ആൾക്ക് കൊടുത്തു. നമ്മളെ ഷൂറാക്കി നമ്മൾ ആദ്യം നിന്ന പൊസിഷനിൽ തന്നെയാണ് വെച്ചിക്കണേ. അതായത് ഇവിടെ തന്നെയാണ് വെച്ചിക്കണേ. പാണി അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
മോൾ ഭാഗത്ത് അടിച്ചാണല്ലേ കുറച്ച് ബുദ്ധിമുട്ടാ. ഇത് ശരിക്കും ആണി അടിച്ച് വെക്കേണ്ടിയല്ലോ കേട്ടോ. ഇത് മറ്റേ ഇതല്ലേ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഡ്രില്ലിംഗ് മെഷീനെ കുത്തി സ്ക്രൂ ചെയ്ത് വെക്കേണ്ടിയാണ്. നമ്മളിമ്മ പിന്നെ അതൊന്നും പറ്റാത്തോണ്ടാണ് ആണി അടിച്ച് വെക്കണത്. അതെ നമ്മളിമ്മ ഇതായി കഴിഞ്ഞാൽ എന്താവോ. ആ താഴെ ഇതാക്കിയോടാ, താഴെ വേണമെന്നുണ്ടോ? താഴെ വേണ്ടല്ലോ. താഴെ ഓൾറെഡി കണ്ടോ ഗൈസ്, ഈ ഇവിടെ ഉണ്ട് നമ്മളാ തിണ്ടും കൂട്ടിയാണ് വെച്ചാണ്. അപ്പോൾ ഇങ്ങോട്ട് പോരാൻ ചാൻസ് ഇല്ല, ഒരു വെയിറ്റും ഇല്ലല്ലോ, കുറഞ്ഞിട്ടില്ലേ. ഈ ഷൂകളെ മൊത്തം അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാം. നമ്മളാദ്യമില്ല പണി പെയിന്റ് പണിയാണെന്ന് തുടങ്ങാനല്ലേ. ആ പെയിന്റ് പണി തുടങ്ങിയിട്ടില്ല, കാര്യമായിട്ടില്ലേ നമ്മളെ പണി പെയിന്റ് പണിയാണ്. അതിമക്ക് ഒന്നും എത്തിയിട്ടില്ല. അമ്മ നോക്കി നിന്നിട്ട് കാര്യമില്ല കേട്ടോ, പെട്ടെന്ന് പരിപാടി വെക്കുക കേട്ടോ. ആ റോളറും കൊണ്ടുവന്നിട്ട് ആകെ ഇതാക്കുക, പിന്നെ അതിന്റെ ബാക്കിൽ കൂടെ മറ്റേതും കൂടി ആക്കുക കേട്ടോ. എന്നാ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെക്കോ, ഞങ്ങളെന്നാ പെയിന്റ് പണി തുടങ്ങാം കേട്ടോ. എന്നാ വാമോണ്ടാ പെയിന്റ് കൂട്ടാ വാ. ഞങ്ങൾ കുറച്ചൊക്കെ പെയിന്റ് അടി പരിപാടിയൊക്കെ തുടങ്ങി ഏകദേശം അല്ല കുറച്ചൊക്കെ ആയി. എല്ലാവരും കൂടി ഉത്സാഹിച്ചാണ്ട് ഇതാക്കണേ, ഈ വിധത്തിലൊക്കെ ആക്കി വെച്ചിക്കണേ. ഇവിടെ വരെ ആക്കി വെച്ചിക്കണേ. അതായത് നമ്മളെ കൊണ്ട് പറ്റണ വഴി കണ്ടോ, ഈ ഒരു ഹൈറ്റിൽ അല്ലേ നിന്നാണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തതാണ്. ഇനിയല്ലേ കോണിമ കയറിയാണ്ട് ചെയ്യണ പരിപാടികളാണുള്ളത്. ആരെ കയറണേ അമ്മേ? ഒരു അടി അടിച്ച് ഇന്നി നിമ്മ ഒരു അടി അടിച്ചാലും എല്ലാം മിന്നി കൊയങ്ങിടാ. നോമ്പൊരു കൊയങ്ങി കിടക്കല്ലേ അമ്മ പിന്നെ ഇടക്കിടക്കൊക്കെ സൈഡ് കൂടെ ഒക്കെ തോണ്ടാണ്ടായില്ലേ പെയിന്റ് ഗൈസ്. ഇനി ഇതുള്ള മോട്ടോ അതോ ആ പെയിന്റ് മടക്കി വെച്ച് ഒരു ലേശം വെള്ളം മട ആക്കിയിട്ടുണ്ട് ഇതാക്കാം. ഇനി ഇതും കൂടി അല്ലേ ഉള്ളടാ, ഇതും ഇതുല്ലേ, ഇതും അതും പിന്നെ അതിന്റെ അപ്പുറത്ത് ഇവിടെ ഉണ്ടല്ലേ ഇത് ഇതാക്കണേ. ഇവിടെയും കൂടി ഉണ്ട്, ഈ ഭാഗം കൂടി ഉണ്ട്. ബാക്കിയൊന്നും വരൂല, അതന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ഇതാക്കാം. ബാക്കി എന്തായാലും വരാൻ ചാൻസ് ഇല്ല. അയ്യോ മൊത്തം ആക്കണോ? കുറച്ച് ബാക്കി വെച്ചടാ ഒരു ലേശം. അത് ശരിയാ, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഗൈസ്. പെയിന്റ് മതിയല്ലേ? ആ കോലും ഇവിടെ ഉണ്ടായില്ലോ. മതിയാവൂല വെള്ളോ? വെള്ളം മതിയാവൂലെന്നോ? ഇനി വേണ്ടിരോ? ഇനി എവിടെ അടിക്കാണ്ടെങ്കിൽ അവിടെ അടിക്കാണ്ട് ഇവിടെ അടിക്കാണ്ട് പറ്റ വെള്ളാവോ? ഇതുണ്ടാവൂലേ? നോക്കാം. അടിച്ച് തുടങ്ങിക്കോളി, ഓരോരുത്തർ തുടങ്ങിക്കോളി. നമ്മ ബ്രഷ് എടുത്തോളി. ഇരുന്ന് തുടങ്ങിയേ? അത് ശരി, ഇരുന്നിട്ട് മമ്മക്ക് പണിയില്ല. നമ്മ തുടങ്ങിക്കാണി നോക്കട്ടെ അമ്മ. പെയിന്റ് കളയാതെ കുടഞ്ഞിട്ട് അടിക്കുമ്പോ പെയിന്റ് അമൂല്യമാണ്, പല പായാക്കരുത്. മെല്ലെ മെതുവാ. ആ പോണ് വണ്ടി പോണേക്ക് മോൾക്ക്. അതന്നെ മറ്റേ ഇവിടെ ഒരു കണ്ടുണ്ട്, അത് എടുത്ത് താഴ്ത്തിക്കിടല്ലേ ആ കല്ലും കണ്ടം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കാണ് ഗൈസ്. ഇത് നോക്കി നിങ്ങൾ ഈ ഭാഗം നോക്കി, ഇവിടെ കണ്ടോ ഇത് നിൽക്കണ ഓട് നിൽക്കണ്. എപ്പോഴും അടി കഴിഞ്ഞാട് അറിയില്ല. മോണ്ടന്റെ റൂമാണ്, നേരെ മോണ്ടന്റെ തലിക്ക് വെക്കാം. വാവോ എന്താ സംഭവം ഉണ്ടായത് വെച്ചു മോട്ടോ? അതെ എടുക്കണ്ട, കേറാൻ പറ്റൂല. ഗ്യാപ്പില്ല അടിച്ചിട്ടമ്മ, നല്ല ഉസാറായിക്കോട്ടെ. മമ്മ വരുന്നില്ലേ ഫീൽഡിൽ ഇറങ്ങില്ലേ? അത് ശരി. പണിക്ക് പണിയെടുക്കാൻ ഉഷാറുണ്ടാവില്ല ഉമ്മമാക്കാണ്. ഇത് നോമ്പായോണ്ട് തോന്നണേ. നല്ല മടിയാണ്. നോമ്പായിട്ടാണാവോ അറിയില്ല, എന്താണാവോ. അനക്ക് പാട്ടിയിലാക്കി തരണ്ടേടാ. എനിക്ക് ഏതാ ബ്രഷ് അതോ മറ്റേതോ? അതേപോലെ അടിച്ചോളിയാ. അത് മോണ്ട അടിച്ചോട്ടെ. അയിമക്ക് ചോട്ടണ്ട, ഉറപ്പുണ്ടോ? എന്നാ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നോക്കട്ടെ, വെയിക്കണോ ഉറപ്പുണ്ട്. ഇതാ
ഏതാ എന്റെ ശരി മമ്മ അടുത്ത പ്രശ്നം വലിയ ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുത്തളി. പോകല്ലേ അത് മതി ഓവറാക്കണ്ട. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെക്കാനും പറ്റൂല. അതില് മുക്കി കൊടുക്കല്ലേ. പൊട്ടത്തരം കാട്ടണേ. എന്താ കാട്ടണേ? അതിൽ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നു. കേറി എല്ലാ മമ്മ കോണി പിടിച്ചാണി കേറാ എല്ലാം കേറാ കൊടുക്കേ. അവിടെ വെക്കാൻ സ്ഥലണ്ടാ പിടിച്ചതായിക്കളൂ. ഒരു മട്ടത്തിലാണ് ആയിക്കളുണ്ട്. കാലൊക്കെ അവിടെ ഉണ്ട്. കുറച്ചുകൂടി താഴെ കാല് തപ്പണാക്കണ്. ആരെ കാലിന്ന് അത് ഇതിന്റെ കാല് മറ്റേത് ഗൈസ്. ഇമ്മാക്കണോട് അടിച്ചോണ്ടിരിക്കണ്. മോണ്ടനാക്കണ്. അവിടുന്ന് സൈഡിൽ നിന്ന് അടിച്ചോണ്ടിരിക്കണ്. അവിടെ കേറിയിട്ട് എടാ ആ കണ്ടടിച്ചണോ? അവിടെ മോളെ തല്ല മോളൊരു ഇഷ്ടിക കണ്ടം വേണ്ടല്ലേ? ഓനാക്കണ ആയിക്കൂടെ അങ്ങനെ അടിച്ചുന്നുണ്ട്. മമ്മ ആക്കണ ഇപ്പോഴും താഴെ തന്നെ നോക്കൂത്തില്ലേ കാണുക. ഉമ്മ ആക്കണ്. ഉമ്മ കാര്യമായിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഇനി കേറിയാണ്ട് ഈ സാധാ ഇതുകൊണ്ട് അടിച്ചണം. അല്ല ഗ്യാപ്പ് എന്തായാലും വരും. കാരണം അതൊക്കെ ഏറ്റക്കുത്തനെ വായിക്കാനല്ലേ. പെയിന്റ് ഒക്കെ ഉണ്ട്. പെയിന്റ് കുഴപ്പമില്ല. പെയിന്റ് ഒക്കെ ഉണ്ട്. സീനില്ല. ഇതെന്തായാലും അവിടെ അടിച്ചു കഴിഞ്ഞില്ലേ. ഇനി താഴത്തേക്ക് ഇറങ്ങിക്കളവണ്ടാ. ഓപ്പറൈൻ്റെ മുകളിൽ ആ ഓടിന്റെ മുകളിൽ നിക്കണ്ട. അത് മതിയാവും. ഇനി താഴത്തേക്ക് ഇറങ്ങില്ല. ഇനി താഴെന്ന് മറ്റേ ഈ റോളർ കൊണ്ടൊക്കെ അടിച്ചാ എത്തണവരെ അടിച്ചാ മതി. ബാക്കി പിന്നെ കേറിയിട്ട് അടിച്ചാ. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളത് ഏകദേശമൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ അടിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളെ കോണി വെക്കാൻ പറ്റില്ല. അതായത് ഏറ്റക്കുത്തനാണല്ലോ. കുറച്ചൊക്കെ കല്ലൊക്കെ വെച്ച് നോക്കി. പക്ഷെ പൊളിഞ്ഞാടാൻ പോണായിക്കണം. പക്ഷെ എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണം. അതേപോലെ ഇവിടെ ആക്കിക്കണ്. നാളെ നമ്മള് ഫില്ല് ചെയ്യും. ഒന്നാമത് ടൈമില്ല. അതെ. അതായത് നമ്മളെ ഇവന്റിന്റെ ആൾക്കാർ വന്നിക്കണേ. നമ്മൾ നോമ്പുതോറിന്റെ ആൾക്കാർ വന്നിക്കണേ. ഇനിയിപ്പോ ഓല പണിക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട്. എന്താക്കണം അവിടെ പണിയിൽ തന്നെയാണ്. പണി അവിടെ നടക്കട്ടെ. അവരവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പണിയിട്ട് കഴിഞ്ഞു അല്ലേ മമ്മ? ഇനി ബാക്കി നാളെ നമുക്ക് നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആയിക്കോട്ടെ, നാളെ എടുക്കണം അല്ലേ അമ്മ? ഇവിടെ എന്താ പരിപാടി മമ്മ? ഇവിടെ പന്തല്. എന്തിനു പന്തല്? ആ അതിന്റെ പരിപാടിയിലാണല്ലേ. അതൊക്കെ എടുത്ത് വെച്ചോണ്ട് ഷൂറാക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ അവിടെ ഉണ്ട്. നോക്കണം. ഷൂറാക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാണ്. എന്നാ ഇനി ഇതാക്കലടാ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. അതെ ഗൈസ്. തുറവിന്റെ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാരും കാണാം. ഓക്കെ അല്ലേ അമ്മ? എല്ലാവർക്കും. എല്ലാവർക്കും അപ്പൊ ഗൈസ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും.